ജാനകി അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് വേണ്ടത് സമാധാനമല്ലേ? അയാളെ ശിക്ഷിച്ചില്ലെങ്കിൽ നമുക്കൊരു കാലത്തും സമാധാനം കിട്ടില്ല. അയാൾ ചെയ്തു കൂട്ടിയതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അമ്മ അത് പറയും വേണ്ട. അയാളോട് പ്രതികാരം ചെയ്യാനൊന്നല്ല ഞാൻ പോകുന്നത്. അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കോടതിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനാ. അഭിയും ജാനകിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കും. ജാനകി അമ്മയോട് പറയും, അയാളെങ്ങനെ പേടിച്ചിട്ടൊന്നും ജീവിക്കാൻ പാടില്ല എന്ന് പറയും. അമ്മ പോയി കഴിയുമ്പോൾ അഭി പറയും, പാവം, ഇനിയെങ്കിലും സമാധാനത്തോടെ കുറച്ചു കാലം ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, അവരെ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് പറയും. കേസന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ തമ്പി ഒതുങ്ങി ഒരിടത്തിരിക്കും. പിന്നെ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സമൂഹം അയാളെ പരിഹസിക്കും. അഭി പറയും, നാളത്തെ വിധിയോടെ അമ്മ പൊരുത്തപ്പെട്ട് തുടങ്ങും. നീ അമ്മയുടെ കാര്യം ഓർക്കാതെ നീ ടെൻഷൻ അടിക്കാതെ ഉറങ്ങാൻ നോക്ക്, ഡോക്ടർ പറഞ്ഞത് അറിയില്ലെന്നൊക്കെ ചോദിക്കും. അമൽ ആരോടോ കേസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അതിലൂടെ അജയ് വരികയാണ്. അജയെ കളിയാക്കി അമൽ ഓരോന്ന് പറയുമ്പോൾ അജയ് പറയും, നീ നിൻ്റെ പണി നോക്കാം അമല എന്ന് പറയും. അപർണ അങ്ങോട്ട് വന്നിട്ട് അജയോട് വയ്ക്കും, കോടതിയിലേക്ക് നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് വയ്ക്കും. അജയ് പറയും, അപർണ കോടതിയിലേക്ക് വരാത്തതാണ് നല്ലതെന്ന് പറയും. അപർണ കാരണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അമൽ പറയും, അജയേട്ടൻ കാരണം മനസ്സിലായില്ലേ? നീ പോയാൽ വിധി കേട്ട് ബോധം കെട്ട് വീഴും. അതിനേക്കാളും നല്ലത് ഇവിടെ നിൽക്കുന്നതല്ലേ. അപർണ വന്ന് അമലിനോട് ചൂടാവാണ്. അപ്പോൾ അജയ് പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? അപർണ കോടതിയിലേക്ക് വരണ്ട, വിധി നമുക്ക് അനുകൂലമാവില്ല എന്ന് പറയും. അമൽ പറയും, അജയേട്ടൻ തന്നെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഇനി സുപ്രീം കോടതിയിലെ വക്കീൽ വന്നാലും കാര്യമില്ല, നിൻ്റെ അച്ഛൻ രക്ഷപ്പെടില്ല. ഒരു സ്ത്രീയുടെ കണ്ണീരിൻ്റെ ഉപ്പുണ്ട് ഈ കേസിൽ. അപർണയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം അങ്ങ് അടക്കാൻ പറ്റുന്നില്ല. നീ കാത്തിരുന്ന് കണ്ടോടാ കോമാളി അമലെ. അപർണ കോടതിയിൽ പോയിരിക്കും. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തോ അത് കേൾക്കുകയും ചെയ്യും. നിരഞ്ജന വീട്ടിലേക്ക് വരുമ്പോൾ അജയ് കയറി സംസാരിക്കും. നിരഞ്ജന പറയും, ഞാൻ ജാനകിയെടുത്തി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയും. അജയ് പറയും, കേസ് കഴിഞ്ഞാൽ നിരഞ്ജന ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ അമൽ പറഞ്ഞെന്ന് പറയും. നിരഞ്ജന ചോദിക്കും, ഇതൊക്കെ അമലാണോ തീരുമാനിക്കുന്നത്? ഞാനിങ്ങോട്ട് വരും. ഇവിടെ അഭിയേട്ടനും ജാനകിയെടുത്തിയും ഉള്ളിടത്തോളം ഞാൻ ഇങ്ങോട്ട് വരും എന്ന് പറയും. ആ ഒരു കാര്യത്തിൽ എനിക്ക് അജയോട് കടപ്പാടുണ്ട്. ചിലരൊക്കെ ചില കാര്യത്തിന് നിമിത്തമാവാറുണ്ട്. ഹണിറോസുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി നിരഞ്ജന കളിയാക്കുന്ന രീതിയിൽ കുറേ പറയും. അജയ്ക്ക് ഒന്നും പറയാനില്ല. അജയ് പറയും, ഈ കേസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം തരണം, എനിക്ക് നിരഞ്ജനയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. നിരഞ്ജന പറയും, എല്ലാ കാലത്തും എല്ലാവർക്കും സമയം ഉണ്ടാവണമെന്നില്ല. പണ്ട് ഞാൻ അജയുടെ ഒരു കോളിനും ഒരു മെസ്സേജിനും വേണ്ടിയൊക്കെ കാത്തിരുന്നിരുന്നു. അന്ന് അജയ് ഓരോ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നു. കഴിഞ്ഞു പോയ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അജയ്. നമുക്ക് തിരിച്ചു പറയാനൊന്നുമില്ലെങ്കിൽ കേൾക്കാൻ നിന്ന് തീർക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഞാൻ സംസാരിച്ച് വെറുതെ സമയം കളയുന്നില്ല. എതിർഭാഗം വക്കില്ലെന്ന നിലയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ജാനകിയോട് അഭി പറയും, നീ ഇങ്ങനെ ടെൻഷനാവില്ലേ? ഇന്നലെയൊന്നും തീരെ ഉറങ്ങിയില്ലല്ലോ. വിധി എന്ത് തന്നെ ആയാലും നമ്മളത് നേരിടണ്ടേ? അവിടേക്ക് വരുന്ന നിരഞ്ജന പറയും, വിധി ഒന്ന് തന്നെയുള്ളൂ അഭയേട്ടാ, അത് നമുക്ക് അനുകൂലമായ വിധിയാണ്. സാക്ഷികളെ കോടതിയിലെത്തിക്കാതിരിക്കാൻ എന്ത് വഴി നോക്കുന്നൊക്കെ അഭി നിരഞ്ജനോട് പറയും. ജാനകി പറയും, അയാളെ ജയിലഴി എണ്ണണം, അതിനാണ് ജീവൻ പോകാതെ ഞാൻ തിരിച്ചു വന്നത് തന്നെ. നീ അതെനിക്ക് സാധിച്ചു തരണം നിരഞ്ജനെ. ഈ ജന്മം മുഴുവൻ ഏടത്തി നിന്നോട് കടപ്പെട്ടിരിക്കും. അഭിയുടെ അമ്മ രാധാമണിയോട് കേസിനെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ അങ്ങോട്ട് വരികയാണ് അപർണ. തമ്പിയുടെ വിധി എഴുതാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ലെന്ന് അപർണ പറയും. നിങ്ങളുടെ അച്ഛൻ പണ്ടൊരു കേസ് കൊടുത്തിരുന്നു, നിങ്ങളടക്കം 14 ആൾക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിന്. പിന്നെ ജാനകി നിങ്ങളെ തിരക്കി വന്നത്, അവളെ അനാഥ എന്ന് വിളിച്ച് കളിയാക്കിയതിന്. അനാഥ പിന്നെ അനാഥ അല്ലാതാവുമോ?